ഇവൻ ഇന്നുണ്ടല്ലോ ഞാൻ എന്താ മാറിക്ക് ചേച്ചി, ചേച്ചി മാറിക്ക് ചേച്ചി അങ്ങോട്ട്. എന്തിനാ അവനെ ചുമ്മാ അടിക്കുന്നേ? കേശൂട്ടനെ അമ്മ അടിച്ചോ? സാരയില്ല പോട്ടെ. കേശൂട്ടൻ ടോയ്സ് വെച്ച് കളിക്കേ. ചിറ്റ ഇപ്പ വരാം. ചേച്ചി ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ, ഇങ്ങ് വന്നേ. ചേച്ചി എന്തിനാ ചേച്ചി അവനെ ഇങ്ങനെ തല്ലുന്നത്? പിന്നെ പറഞ്ഞ ഒരു വാഹ കേൾക്കത്തില്ലെന്നേ. എന്ന് വെച്ച് ഇങ്ങനെ തല്ലാമോ ചേച്ചി? നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ തല്ലിയിട്ട് ഒരു കുഴപ്പമില്ല. അത് ശരി. നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ തല്ലിയത് കൊണ്ടാണ് നമ്മളെക്കാൾ ചെറിയ, നമ്മളെക്കാൾ കായികക്ഷമത കുറവുള്ള, നമ്മുടെ പുറത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ തല്ലുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് ചേച്ചി ഇപ്പോൾ വിശ്വസിക്കുന്നത്. ചേച്ചി ഇപ്പോൾ അവനെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മളെക്കാൾ വീക്കായിട്ടുള്ള ഒരാളെ തല്ലുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലാന്ന്. ഇറ്റ് ഈസ് ഓക്കെ ടു ഫിസിക്കലി അബ്യൂസ് സമ്മണ്ണാ ചേച്ചി ഇപ്പോൾ അവന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ചേച്ചി, കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അത് ഈ കുട്ടികളിൽ ഒട്ടും ഡെവലപ്പ് ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇമോഷണൽ റെഗുലേഷൻ ഇല്ലാത്തതും ഡിസിഷൻസ് എടുക്കാൻ പറ്റാത്തതും പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് അവർ ബിഹേവ് ചെയ്യുന്നത്. അല്ലാതെ ചേച്ചി പറയുന്ന പോലെ അനുസരണക്കേട് കാണിക്കുന്നൊന്നുമല്ല. ഒരു 21, 22, 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഭാഗം നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസസ് കാരണം നല്ലോണം ഡെവലപ്പ് ആവും. അപ്പോഴാണ് കുട്ടികൾക്ക് വിവേചന ബുദ്ധിയും വകതിരിവും ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെ ചേച്ചി ഒരു 10 പ്രാവശ്യം അടിക്കുമ്പോഴത്തേക്കും അവൻ പറഞ്ഞ അനുസരിക്കുമായിരിക്കും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അതവൻ്റെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റാ. ഈ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ലേ, തനിക്ക് അപകടം പറ്റാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ ഗ്രഹിക്കുന്നതാ. പക്ഷെ നമ്മുടെ കേശൂട്ടൻ ഇങ്ങനെയാണോ, ഭയത്തോടെയാണോ കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടത്? അവനെ നമ്മൾ സ്നേഹത്തോടെയല്ലേ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടേ? ചേച്ചി ഇപ്പം അടിക്കുമ്പം അവന് മനസ്സിലാകുന്ന എന്താണെന്നറിയാമോ? അവൻ്റെ കൂട്ടുകാരനെയോ അല്ലെങ്കിൽ അവൻ്റെ ക്ലാസ്മേറ്റിനെയോ അല്ലെങ്കിൽ അവനേക്കാൾ ഒരു പടി താഴെ നിൽക്കുന്ന, മത്സരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കായിക ബലം ഉപയോഗിച്ച് അവരെക്കാൾ മുകളിലോട്ട് അവൻ വരണം എന്നുള്ളതാ അവൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണുന്നതല്ലേ, ഫ്രണ്ടിനെ തലക്കടിച്ചു കൊന്നു എന്നൊക്കെ. ചേച്ചി, നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹവും സഹാനുഭൂതിയും പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാ പഠിപ്പിക്കുക?